മൈ നെയിം ഈസ് ഹക്കിം. ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ കേസിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതിൽ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ചർച്ച ചെയ്താണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഐ ടേക്ക് കണ്ടല്ലോ, ഐ ടേക്ക് കണ്ട, ഐ ടേക്ക് ആൻ അംബ്രല, ഐ ടേക്ക് ആൻ അംബ്രല, ഫുൾ സ്റ്റോപ്പ് കണ്ടോ, ഇറ്റ് മേ റെയിൻ. ആ ചോദ്യം ഒന്നുകൂടെ വായിച്ചേ. ഐ ടേക്ക് ആൻ അംബ്രല ഫുൾ സ്റ്റോപ്പ് ഇറ്റ് മേ റെയിൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഞാൻ കുട എടുക്കുന്നു, കാരണം എന്താ, ഇറ്റ് മേ റെയിൻ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ആദ്യമേ എന്ത് ചെയ്യുന്നുണ്ട്, കുട അവിടെ എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കുട എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഏതാ ഫസ്റ്റ് ആക്ഷൻ. കുട എടുക്കുന്നു ഫസ്റ്റ് ആക്ഷൻ. മഴ പെയ്യും, മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, അത് രണ്ടാമത്തെ ആക്ഷൻ അല്ലെ. അപ്പൊ ഫസ്റ്റ് ആക്ഷൻ ഏതാണ്, ഫസ്റ്റ് പാർട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ആക്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഏതാണ്, ഐ ടേക്ക് ആൻ അംബ്രല അല്ലെ. ഐ ടേക്ക് ആൻ അംബ്രല എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്, ഫസ്റ്റ് ആക്ഷൻ ആണ് അല്ലെ. ഫസ്റ്റ് ആക്ഷൻ ആണ് ഐ ടേക്ക്. കണ്ടോ, ഐ വന്നോണ്ടാണ് ടേക്ക് വന്നത്. ഹി ആയിരുന്നെങ്കിൽ അവിടെ ടേക്സ് വരുമായിരുന്നു അല്ലെ. അപ്പൊ ഐ ടേക്ക് എന്നോ ഹി ടേക്സ് എന്നോ വന്നാൽ അത് ഏത് ടെൻസ് ആയിരിക്കും, സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. എന്നാൽ ഐ ടുക്ക് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആവും അല്ലെ. അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്, സോറി സിമ്പിൾ പ്രസന്റ് ആണ്. ഐ ടേക്ക് വന്ന് ടേക്ക് V1 ഫോം ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് പ്ലസ് ഏതാണ്, ഇൻ കേസ് പ്ലസ് ഏത് ഫോമാ, സിമ്പിൾ പ്രസന്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം ഫസ്റ്റ് ആക്ഷൻ ഐ ടേക്ക് ആൻ അംബ്രല. അത് അതുപോലെ ഞാൻ എഴുതുവാണ്, ഐ ടേക്ക് ആൻ അംബ്രല. ഓക്കെ, ഐ ടേക്ക് ആൻ അംബ്രല, ദെൻ ഇൻ കേസ്. അപ്പൊ ഇത് കഴിഞ്ഞു, അടുത്ത ഇൻ കേസ് അത് വരും അല്ലേ. ഇനി അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇറ്റ്. സെക്കൻഡ് ആക്ഷൻ വന്നപ്പോൾ ഇറ്റ് വന്നു. ഇനി മേയുടെ ആവശ്യം നമുക്കില്ല, നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഇൻ കേസ് വരുമ്പോൾ നമ്മൾ ഒമിറ്റ് ചെയ്യേണ്ട രണ്ട് വാക്കുകൾ മേയും സോയുമാണ്. അപ്പൊ മേയും നമ്മൾ ഒമിറ്റ് ചെയ്യുന്നു, സോ വരികയാണെങ്കിൽ സോയും എന്താണ് ഒമിറ്റ് ചെയ്യുക, മേ പോയി. പിന്നെ റെയിൻ ഉണ്ട് അല്ലെ. റെയിൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ മീനിങ് മഴ എന്ന മീനിങ് അല്ല കൊടുക്കേണ്ടത്. ഇവിടെ റെയിൻ ഒരു വെർബായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ റെയിൻ വെർബായിട്ട് വരുമ്പോൾ റെയിൻ്റെ 3 രൂപങ്ങൾ എന്ന് വെച്ചാൽ മഴ പെയ്യുക എന്നാണ് ഇവിടെ റെയിൻ്റെ മീനിങ്. എന്നാൽ റെയിൻ നൗണായിട്ട് വരികയാണെങ്കിൽ റെയിൻ്റെ മീനിങ് മഴ എന്നാണ് അല്ലെ. മഴ എന്നാണ് വരുന്നെങ്കിൽ റെയിൻ എന്താ നൗണായിരിക്കും. മഴ പെയ്യുക എന്ന റെയിനാണ് വരുന്നതെങ്കിൽ അതിന്റെ 3 രൂപങ്ങൾ റെയിൻ, റെയിൻഡ്, റെയിൻഡ് എന്നാണ്. അപ്പൊ റെയിൻ 1, റെയിൻഡ് 2, റെയിൻഡ് 3 അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് V1 ഫോമിനോടൊപ്പം എസ്ഒ ഇഎസ്ഒ ചേർക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ ഇവിടെ റെയിൻ എന്താണ് എഴുതിയിട്ട് ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് എസ് കൊടുക്കുക. അപ്പൊ റെയിൻസ് കണ്ടോ, ഇറ്റ് റെയിൻസ്. അപ്പൊ നോക്കുക, റെയിൻ എന്ന് വെച്ചാൽ അത് പ്ലൂറൽ ആയിരിക്കും അല്ലെ, പ്ലൂറൽ വെർബാണ്. എന്നാൽ റെയിൻസ് എന്ന് പറയുമ്പോൾ അത് എന്തോന്നായിരിക്കും, സിംഗുലർ വെർബാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് അല്ലെ, ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഏതെടുക്കേണ്ടി വരും, റെയിൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ആൻസർ എന്താണ്, ഐ ടേക്ക് ആൻ അംബ്രല ഇൻ കേസ് ഇറ്റ് റെയിൻസ്, ഇൻ കേസ് ഇറ്റ് റെയിൻസ്. അപ്പൊ ഇൻ കേസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ് ഒരു സെന്റൻസിന്റെ മധ്യഭാഗത്തായിട്ടായിരിക്കണം നമ്മൾ ഏത് വരേണ്ടത്, ഇൻ കേസ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഓക്കെ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് നമുക്ക് വരുത്താം അല്ലെ. ഓക്കെ, ഐ ടേക്ക് ആൻ അംബ്രല അല്ലെ, അത് ഞാൻ ഒന്ന് മാറ്റുവാണ്. ഐ ടേക്ക് ഞാൻ മാറ്റിയിട്ട് ഐ ടുക്ക് ആൻ അംബ്രല എന്ന് മാറ്റുകയാണ്. ഉണ്ടല്ലോ, ചോദ്യം മനസ്സിലായല്ലോ. നേരത്തെ ടേക്ക് ആയിരുന്നു, ഇപ്പൊ അത് ടുക്ക്. അപ്പൊ ടേക്കിന്റെ 3 രൂപങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാലോ, 1 ടേക്ക്, 2 ടുക്ക് ഉണ്ടോ, ടുക്ക്, 3 ടേക്കൺ, ടേക്കൺ അല്ല ടേക്കൺ അല്ലെ, ടേക്ക്. യാ ചന്ദ്രക്കല ഉച്ചാരണത്തിൽ പറഞ്ഞേ, ടേക്ക് എന്ന് പറയരുത്. ടേക്ക്, ടുക്ക്, ടേക്കൺ 3 രൂപങ്ങൾ, V1 then V2 then V3 അല്ലെ. നേരത്തെ ടേക്ക് വന്നപ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആയി. അടുത്ത ടുക്ക് വന്നാലോ സിമ്പിൾ പാസ്റ്റ് ആയി. ഞാൻ കുടയെടുത്തു കഴിഞ്ഞു, ഇറ്റ് മഴ പെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമേ എന്തോ ചെയ്യുന്നു, കുട എടുത്തു. അപ്പൊ ഇവിടെ ഫസ്റ്റ് ആക്ഷൻ ഏതാണ്, ഐ ടുക്ക് ആൻ അംബ്രല. അത് അതുപോലെ എഴുതുക, ഐ ടുക്ക് അല്ലെ, ഐ ടുക്ക് ആൻ അംബ്രല, ഐ ടുക്ക് ആൻ അംബ്രല അല്ലെ. ഫസ്റ്റ് ആക്ഷൻ കഴിഞ്ഞാൽ, ഫസ്റ്റ് ആക്ഷൻ ആണ് ഫസ്റ്റ് പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ആക്ഷൻ ഇവിടെ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഐ ടുക്ക് ആൻ അംബ്രല ആണ്. അത് എഴുതി, അത് നമ്മൾ ഇൻ കേസ് എഴുതുക, ഇൻ കേസ് എഴുതി അല്ലെ. നമ്മൾ ഇവിടെ പഠിക്കേണ്ട കേസ് ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പ്ലസ് ഇൻ കേസ് പ്ലസ് ഏത് തന്നെയായിരിക്കും, സിമ്പിൾ പാസ്റ്റ് തന്നെ ആയിരിക്കും അല്ലെ.
ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷം വരുന്ന ഏത് ടെൻസ് തന്നെ ആയിരിക്കണം? സിമ്പിൾ പാസ്റ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഐ ടുക്ക് ആൻ അംബ്രല്ല എന്താ ഫസ്റ്റ് ആക്ഷൻ ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ഇൻ കേസ് എഴുതി അവിടെ സെക്കൻഡ് ആക്ഷൻ എഴുതുകയാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഉണ്ട് അല്ലേ? ഇറ്റ് ഉണ്ട്. പിന്നെ റെയിൻ എന്ന് പറയുന്ന മഴ പെയ്യുക എന്നാൽ V1 റെയിൻ എന്ന V1 ഫോം ഉണ്ട്. അതിന്റെ V2 ഫോം ഏതായിരിക്കും? റെയിൻഡ്. അപ്പൊ ഇറ്റ് റെയിൻഡ്, ഇറ്റ് റെയിൻഡ്. അപ്പൊ ആൻസർ എന്താണ്? ഐ ടുക്ക് ആൻ അംബ്രല്ല, ഐ ടുക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻഡ്. ഐ ടുക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻഡ് എന്ന ആൻസറിലോട്ട് നമുക്ക് പോകേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഒന്ന് ഐ ടേക്ക് ആൻ അംബ്രല്ല ആണ് വരുന്നെങ്കിൽ നമുക്കറിയാം അത് സിമ്പിൾ എന്താണ്? പ്രസന്റ് ആണ്. എന്നാൽ ഐ ടുക്ക് ആൻ അംബ്രല്ല ആണ് വരുന്നെങ്കിൽ അത് ഏതായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് വെർബ് ഇവിടെ മാറേണ്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഉണ്ടോ? ഷീ വിൽ റൈറ്റ് ഡൗൺ മൈ ഫോൺ, ഷീ വിൽ റൈറ്റ് ഡൗൺ മൈ ഫോൺ നമ്പർ. ഓക്കെ, ഷീ വിൽ റൈറ്റ് ഡൗൺ മൈ ഫോൺ നമ്പർ. സെക്കൻഡ് പാർട്ട് ഉണ്ടോ? ഷീ മേ ഫോർഗെറ്റ് ഇറ്റ് ലേറ്റർ. ഓക്കെ, ഷീ വിൽ റൈറ്റ് ഡൗൺ മൈ ഫോൺ നമ്പർ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഷീ മേ ഫോർഗെറ്റ് ഇറ്റ് ലേറ്റർ. ഷീ വിൽ റൈറ്റ് ഡൗൺ മൈ ഫോൺ, അവൾ എൻ്റെ ഫോൺ നമ്പർ എഴുതിയെടുക്കും. എന്താ കാരണം? പിന്നീട് അവൾ മറന്നു പോകും. അപ്പൊ അവൾ എഴുതിയെടുത്തിട്ടില്ല, എഴുതിയെടുക്കാൻ പോവുകയാണ്. പിന്നീട് മറന്നു പോകും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്തോ ചെയ്യുന്നു? എൻ്റെ ഫോൺ നമ്പർ എഴുതിയെടുക്കുന്നു അല്ലെ? അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം അവൾ ചെയ്യുന്ന എന്തുവാണ്? എൻ്റെ ഫോൺ നമ്പർ എഴുതിയെടുക്കുക എന്നുള്ളതാണ് ആദ്യ ജോലി. കാരണം പിന്നീട് മറന്നു പോകും. പിന്നീട് മറന്നു പോകുന്ന സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് ആക്ഷൻ ആണ് അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കുമ്പോഴും ഫസ്റ്റ് പാർട്ട് തന്നെയാണ് ഫസ്റ്റ് ആക്ഷൻ. അവൾ എൻ്റെ ഫോൺ നമ്പർ എഴുതിയെടുക്കണം അല്ലെ? അത് ഫസ്റ്റ് ആക്ഷൻ. കാരണം ചോദിച്ചാൽ പിന്നീട് അവൾ മറന്ന് പോകും. അപ്പൊ നമുക്ക് എഴുതാം ഫസ്റ്റ് പാർട്ട് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ആക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ? ഫസ്റ്റ് ആക്ഷൻ ആയിട്ട് ഫസ്റ്റ് പാർട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഷീ വിൽ അല്ലെ? ഷീ വിൽ റൈറ്റ് ഡൗൺ മൈ ഫോൺ നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇൻ കേസ് എഴുതി. ഇനി നമുക്ക് വിൽ റൈറ്റ് ഡൗൺ. വിൽ റൈറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ വിൽ അല്ലെങ്കിൽ ഷോൾ കഴിഞ്ഞിട്ട് റൈറ്റ് ഡൗൺ വരുമ്പോൾ വിൽ ഓർ ഷാൾ പ്ലസ് V1 ഫോം വരുമ്പോഴാണ് അത് സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത് ഏത് ടെൻസ് ആണെന്ന് ചോദിച്ചാൽ പറയുക സിമ്പിൾ ഫ്യൂച്ചർ ആണ് അല്ലെ? ഇത് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. സിമ്പിൾ ഫ്യൂച്ചർ കഴിഞ്ഞ് ഇൻ കേസ് വന്നാൽ സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിലാണ് ഇൻ കേസിന് ശേഷം സിമ്പിൾ പ്രസന്റ് വരുന്നത്. ഒന്ന് ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഇൻ കേസ് കഴിഞ്ഞ് സിമ്പിൾ പ്രസന്റ് തന്നെ എഴുതുക. ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഇൻ കേസ് കഴിഞ്ഞ് സിമ്പിൾ ഫ്യൂച്ചർ തന്നെ എഴുതുക. ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ എന്താണ്? പാസ്റ്റ് ആണെങ്കിൽ ഇൻ കേസ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ കഴിഞ്ഞ് ഇൻ കേസ് വന്നാൽ സിമ്പിൾ പ്രസന്റ്. രണ്ട് പ്രാവശ്യമാണ് സിമ്പിൾ പ്രസന്റ് വരിക. സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞ് ഇൻ കേസ് വരികയോ സിമ്പിൾ ഫ്യൂച്ചർ, തെറ്റിപ്പോയതാണ്, സിമ്പിൾ ഫ്യൂച്ചർ കഴിഞ്ഞ് ഇൻ കേസ് വരികയോ ചെയ്താൽ രണ്ടും സിമ്പിൾ പ്രസന്റ് ആയിട്ട് മാറും. എന്നാൽ സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞ് വരുന്ന ഇൻ കേസ് സിമ്പിൾ പാസ്റ്റ് തന്നെ ആയിരിക്കും അല്ലെ? ഇവിടെ നോക്കുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ കഴിഞ്ഞ് ഇൻ കേസ് വന്നാൽ ശേഷം സിമ്പിൾ പ്രസന്റ് വരണം അല്ലെ? അപ്പൊ ശേഷം വരുന്ന ഭാഗം ഏതായിരിക്കണം? സിമ്പിൾ. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ പ്ലസ് ഇൻ കേസ് പ്ലസ് ഏതായിരിക്കണം? സിമ്പിൾ പ്രസന്റ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് ആരാ? ഷീ എഴുതി. പിന്നെ ഇൻ കേസ് വരുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട രണ്ട് വാക്കുകളാണ്, ഒന്ന് മേയും രണ്ട് സോയും. അപ്പോൾ ഇവിടെ മേ ഉണ്ട്, മേ എടുത്ത് കളഞ്ഞു. ഷീ എഴുതി. അത് ഫോർഗെറ്റ് അല്ലെ? ഫോർഗെറ്റ് എഴുതി സിമ്പിൾ പ്രസന്റിലോട്ട് മാറ്റുമ്പോൾ ഷീ സിംഗുലർ ആയതുകൊണ്ട് ഫോർഗെറ്റ്സ് എഴുതണം. കണ്ടോ? ദേ ആയിരുന്നെങ്കിൽ നമ്മൾ ഫോർഗെറ്റ് മതി. ഐ വന്നാലും ഫോർഗെറ്റ് മതി. വി വന്നാലും ഫോർഗെറ്റ് മതി. യു വന്നാലും ഫോർഗെറ്റ് മതി. എന്നാൽ ഷീ വന്നാൽ ഫോർഗെറ്റ്സ് ആവും. ഹി വന്നാൽ ഫോർഗെറ്റ്സ്. എന്താ കാരണം ചോദിച്ചാൽ പറയുക. സിമ്പിൾ പ്രസന്റിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ശേഷം വരുന്ന വെർബ് എന്ന് പറയുന്നത് V1നോടൊപ്പം എസ്, ES, IS ചേർത്ത് സിമ്പിൾ പ്രസന്റ് ആക്കണം എന്നുള്ളതാണ്. അപ്പൊ ഷീ ഫോർഗെറ്റ്സ് ഇറ്റ് ലേറ്റർ. ആൻസർ ഏതാ? ഷീ വിൽ റൈറ്റ് ഡൗൺ മൈ ഫോൺ നമ്പർ ഇൻ കേസ് ഷീ ഫോർഗെറ്റ്സ് ഇറ്റ് ലേറ്റർ. അപ്പൊ പരീക്ഷയ്ക്ക് രണ്ട് രീതി ചോദിക്കും. ഒന്നുകിൽ ഷീ വിൽ റൈറ്റ് ഡൗൺ മൈ ഫോൺ നമ്പർ ഇൻ കേസ് ഷീ ഡാഷ് ഇറ്റ് ലേറ്റർ അല്ലെ? ഫോർഗെറ്റ് കാണും, ഫോർഗെറ്റ്സ് കാണും, ഫോർഗോട്ട് കാണും, വിൽ ഫോർഗെറ്റ്. ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? ഫോർഗെറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഷീ ഡാഷ് മൈ ഫോൺ നമ്പർ
ഇൻ കേസ് ഷീ ഫോർഗെറ്റ്സ് ലേറ്റർ എന്നിട്ട് ഇവിടെ എന്താണ് വിൽ റൈറ്റ് ഡൗൺ കാണും, അല്ലെങ്കിൽ എന്താണ് റോട്ട് ഡൗൺ കാണും അല്ലേ, അങ്ങനെയൊക്കെ കാണും. അപ്പോൾ നമ്മളിവിടെ കുറേ കൂടെ നല്ലതെന്ന് പറയുന്നത് ഏതാണ്? വിൽ റൈറ്റ് ഡൗൺ. ഇവിടെ റോട്ട് ഡൗൺ ആണ് വരുന്നതെങ്കിൽ, ഷീ റോട്ട് ഡൗൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഫോർഗോട്ട് എഴുതേണ്ടതായിട്ട് വരും. കാരണം എന്താ? സിമ്പിൾ പാസ്റ്റ് വന്നാൽ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇവിടെ സിമ്പിൾ പ്രസന്റ് ഷീ എന്താണ് റൈറ്റ്സ് ഡൗൺ എന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് ആൻസർ ഏതാണ്? ഫോർഗെറ്റ്സ് എഴുതിയാൽ മതി. ഇവിടെ വിൽ റൈറ്റ് ഡൗൺ വന്നാലും ഏത് തന്നെയാണ് ആൻസർ? ഫോർഗെറ്റ്സ് ആണ്. ദേ ആണെങ്കിൽ ദേ വിൽ റൈറ്റ് ഡൗൺ എന്ന് വരും. എങ്കിൽ ഇവിടെ എന്താണ് ഷീ വന്ന് ഇവിടെ ഷീ മാറി ദേ ആണ് വരുന്നതെങ്കിൽ അത് ഫോർഗെറ്റ് ആയിട്ട് മാറി. ഇത്ര വേറൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ആയതുകൊണ്ട് ഇൻ കേസിന് ശേഷം സിമ്പിൾ പ്രസന്റ് എഴുതുക. ആ സിമ്പിൾ പ്രസന്റ് ഷീ വന്നതുകൊണ്ട് ഫോർഗെറ്റ്സ് ആയി. ഇനി ഇവിടെ ഹീ ആയിരുന്നെങ്കിൽ അത് ഫോർഗെറ്റ്സ് തന്നെ. ഇനി ഐയോ ഐ ദേ യു വി ഒക്കെയാണ് വരുന്നെങ്കിൽ ഫോർഗെറ്റ് ആയിട്ട് മാറും. കാരണം ചോദിച്ചാൽ സിമ്പിൾ ഫ്യൂച്ചർ പ്ലസ് ഇൻ കേസ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. 3 ഫോം പഠിച്ചതാണ്. സിമ്പിൾ പ്രസന്റ് പ്ലസ് ഇൻ കേസ് പ്ലസ് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് പ്ലസ് ഇൻ കേസ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ വന്നാലും ഇൻ കേസ് കഴിഞ്ഞ് ഏത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസന്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, ഗോ ബൈ ടാക്സി യു മേ ബി ലേറ്റ്. ഇപ്പോൾ ടാക്സിയിൽ പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? യു മേ ബി ലേറ്റ്, താമസിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ താമസിക്കാതിരിക്കണം, ലേറ്റ് ആകാതിരിക്കണമെങ്കിൽ നമ്മൾ ഏതിൽ പോകണം? ടാക്സിയിൽ പോകണം. അപ്പോൾ യു ഗോ ബൈ ടാക്സി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ആക്ഷൻ. കണ്ടോ? ഫസ്റ്റ് ആക്ഷൻ. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ആക്ഷൻ ഏതാണ്? ഗോ ബൈ ടാക്സി ഫസ്റ്റ് ആക്ഷൻ. യു മേ ബി ലേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സെക്കൻഡ് ആക്ഷൻ. ഫസ്റ്റ് ആക്ഷനുമായി ഏതായി? സെക്കൻഡ് ആക്ഷനായി. ഫസ്റ്റ് ആക്ഷനുമായി ഏതുമായി? സെക്കൻഡ് ആക്ഷനുമായി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആക്ഷൻ സെക്കൻഡ് ആക്ഷൻ ഏതൊക്കെ? ഫസ്റ്റ് ആക്ഷൻ ഗോ ബൈ ടാക്സി, സെക്കൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് യു മേ ബി ലേറ്റ്. ഗോ എന്ന് പറയുമ്പോൾ നോക്കണേ, ഗോ V1 ഫോം അല്ലേ. ഗോ V1 ഫോം ആയതുകൊണ്ട് ഗോ ഏതാ? സിമ്പിൾ പ്രസന്റ്. ഇവിടുത്തെ ഇക്വേഷൻ ഏതാണ്? സിമ്പിൾ പ്രസന്റ് പ്ലസ് ഇൻ കേസ് പ്ലസ് സിമ്പിൾ പ്രസന്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഗോ ബൈ ടാക്സി എഴുതാം. ഗോ ബൈ ടാക്സി ഇൻ കേസ്, കേട്ടോ, ഇൻ കേസ് എഴുതി, യു എഴുതി. ഓക്കെ, അപ്പോൾ ഗോ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അടുത്ത വരേണ്ടത് വെർബും സിമ്പിൾ പ്രസന്റ് ആണ്. മേ ഉണ്ട്, മേയുടെ ആവശ്യമില്ല. പിന്നെ ഉള്ളത് ബി ആണ്. യു ബി ലേറ്റ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? യു ബി ലേറ്റ് എഴുതാൻ പറ്റൂല. അപ്പോൾ ബി എന്നുള്ളത്, ബിയുടെ രൂപങ്ങൾ നമുക്കറിയാം. ബി എന്ന് പറയുന്നതിൻ്റെ പ്രസന്റ് രൂപങ്ങൾ അല്ലെ, പ്രസന്റ് ഫോംസ് എന്ന് പറയുന്നത് ഈസ്, ആം, ആർ എന്നിവയാണ്. ഇനി ഇതേ ബിയുടെ പാസ്റ്റ് ഫോംസ് എന്ന് പറയുന്നത് വാസും വെയറുമാണ്. രണ്ടാദ്യം പഠിച്ചു വയ്ക്കുക. ബിയുടെ പ്രസന്റ് ഫോംസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഈസാമാറാണ്. ബിയുടെ പാസ്റ്റ് ഫോം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വാസും വെയറുമാണ് അല്ലേ. അപ്പോൾ യു എന്ന് പറയുന്നത് പ്ലൂറലാണ് നമുക്കറിയാം. ഇവിടെ വന്നിരിക്കുന്ന ഗോ പ്രസന്റ് ആണ്. അപ്പോൾ പ്രസന്റ് പ്ലസ് ഇൻ കേസ് പ്ലസ് പ്രസന്റ് ആണല്ലോ. സിമ്പിൾ എന്താണ്? പ്രസന്റ് സിമ്പിൾ പ്രസന്റ് പ്ലസ് ഇൻ കേസ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് തന്നെ യുവിന് ശേഷം വരുന്നത് ബിയുടെ ഫോംസ് ആയിരിക്കണം. അത് ഏതൊക്കെ? ഈസ് ഉണ്ട്, ആമുണ്ട്, പിന്നെ ഏതുണ്ട്? ആറും ഉണ്ട്. അപ്പോൾ യു വന്നതുകൊണ്ട് ഏതെടുക്കുക? ആർ. യു ആർ ലേറ്റ്. ഉണ്ടോ? ഇപ്പം ആർ ആരാണെന്ന് ചോദിച്ചാൽ ബി ആണ്. ബി നമ്മൾ മാറ്റിയിട്ടാണ് ഏത് എഴുതുന്നത്? മേ ആർ നമ്മൾ മേ ബി വന്ന മേ ബി, മൈറ്റ് ബി, മസ്റ്റ് ബി ഒക്കെ എഴുതാം. പക്ഷേ മെയ് മൈറ്റൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ ബി എ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഏത് ഫോം, പ്രസന്റ് ഫോമാണോ പാസ്റ്റ് ഫോമാണോ നോക്കിയിട്ട് ആ സബ്ജക്റ്റിന് ആനുപാതികമായിട്ട് നമ്മൾ അതിനെ അങ്ങ് മാറ്റുക. അപ്പോൾ ആൻസർ എന്താണ്? ഗോ ബൈ ടാക്സി ഇൻ കേസ് യു ആർ ലേറ്റ്. ഇനി ഗോയ്ക്ക് പകരം ഇവിടെ വെന്റ് ആയിരുന്നെങ്കിലോ? വെൻ ബൈ ടാക്സി ആയിരുന്നെങ്കിൽ ഇൻ കേസ് യു വന്നിട്ട് വെയർ ലേറ്റ് ആയിട്ട് മാറും. മനസ്സിലായല്ലേ? വെന്റ് ആയിരുന്നെങ്കിൽ വെൻ ബൈ ടാക്സി ഇൻ കേസ് യു വെയർ ലേറ്റ് ആണ്. ഗോ ബൈ ടാക്സി ആയതുകൊണ്ട് ഇൻ കേസ് യു ആർ ലേറ്റ് ആയിട്ട് നമ്മൾ എഴുതി. ഇത്രയും സിമ്പിളാണിത്. ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. എക്സാം ആകുമ്പോൾ ഗോ ബൈ ടാക്സി ഇൻ കേസ് യു ഡാഷ് ലേറ്റ് അല്ലേ, ഓപ്ഷനകത്ത് ആറ് കാണും, വെയർ കാണും അല്ലെ, അല്ലെങ്കിൽ വില്ല് കാണും, ഷാൾ അങ്ങനെയൊക്കെ കാണും. നമ്മൾ ആൻസർ ചെയ്തേണ്ടത് ഗോ ആയതുകൊണ്ട് ആറ് എടുക്കുക. വെന്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഏതെടുക്കുമായിരുന്നു? പറഞ്ഞേ, വെയർ നമ്മൾ എടുക്കുമായിരുന്നു. ഇപ്പോൾ യു വന്നതുകൊണ്ടാണ്. യുവിനെ ഹീ ആണെങ്കിൽ നമ്മൾ ഹീ ഈസ് ലേറ്റ് എന്ന് എഴുതും. ഇപ്പോൾ ഗോ വന്നപ്പോൾ ഐ ആയിരുന്നെങ്കിൽ ഐ ആം ലേറ്റ് എന്ന് എഴുതും. അവിടെ ഐ മേ ബി ആയിരിക്കും. ഇനിയിപ്പോൾ വെന്റ് ബൈ ടാക്സി ആണെങ്കിൽ ഹീ ഷീറ്റൊക്കെയാണ് വരുന്നെങ്കിൽ ഏതാണ്? വാസ് എടുക്കുക. ഐ വന്നാലും ഐ വാസ് ലേറ്റ് എഴുതും. എന്നാൽ ദേ യു വി ആണ് വരുന്നെങ്കിൽ നമ്മൾ എന്താണ്? ദേ വരികയാണെങ്കിൽ വെയർ ലേറ്റ് എന്ന് എഴുതുമായിരുന്നു അല്ലേ. യു വന്നാലും വെയർ ലേറ്റ്, അതുപോലെ വി വന്നാലും നമ്മൾ വെയർ ലേറ്റ് ആണ് എഴുതുക. ഈ ചോദ്യം മനസ്സിലായിക്കാണല്ലോ അല്ലേ?
ചോദ്യം ഇത്രയേ ഉള്ളൂ. കെപ്റ്റ് സം മോർ മണി ഫുൾ സ്റ്റോപ്പ് യു മേ നീഡ് ഇറ്റ് ലേറ്റർ അല്ലേ. അപ്പോൾ അത് നോക്കാം. കെപ്റ്റ് കുറച്ച് പൈസ എടുത്ത് വെച്ചു, സൂക്ഷിച്ചു വെച്ചു. കാരണം എന്താ, കുറച്ച് പൈസ എടുത്ത് വെച്ചു. യു മേ നീഡ് ഇറ്റ് ലേറ്റർ. പിന്നീട് എന്താണ് ആവശ്യം വരും എന്നും പറഞ്ഞിട്ട് ആദ്യമേ നീ എന്ത് ചെയ്ത് വെച്ചു, കുറച്ച് പൈസ എടുത്ത് വെച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കെപ്റ്റ്, അപ്പോൾ ആദ്യം കുറച്ച് പൈസ എടുത്ത് പിന്നീട് ആവശ്യം വരും എന്നും പറഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് പൈസ എടുത്ത് വെക്കുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പൈസ എടുത്ത് വെച്ചത് ആണ് അവിടെ ഫസ്റ്റ് ആക്ഷനായിട്ട് വരിക അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആക്ഷൻ ഏതാണ്, കെപ്റ്റ് സം മോർ മണിയാണ് ഇവിടുത്തെ ഫസ്റ്റ് ആക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ആക്ഷൻ ഏതാണ്, ഫസ്റ്റ് ആക്ഷൻ ഏതാണ്, കെപ്റ്റ് സം മോർ. സെക്കൻഡ് ആക്ഷൻ യു മേ നീഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആക്ഷൻ നോക്കുക, അതിൽ വെർബ് കെപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ കെപ്റ്റ് കീപ്പിൻ്റെ 3 രൂപങ്ങളിലോട്ട് പോവേണ്ടി വരും. കീപ്പ്, V2 ഫോം കെപ്റ്റ്, V3 ഫോം ഏത് തന്നെ, കെപ്റ്റ് തന്നെ. അപ്പോൾ കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ് ഉണ്ടോ, 3 രൂപങ്ങളുണ്ടോ. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ് അല്ലേ. അപ്പോൾ ഈ കെപ്റ്റ് V2 ആണ്, ഈ കെപ്റ്റ് V3 ആണ്, ഈ കെപ്റ്റ് V1. അപ്പോൾ ഹാസോ ഹാവോ ഹാഡോ കഴിഞ്ഞ് കെപ്റ്റ് വന്നിരുന്നെങ്കിൽ V3 ഫോം. വെറും കെപ്റ്റ് വന്നുകൊണ്ട് ഏത് ഫോം, V2 ഫോം വന്നാൽ ഏത് ടെൻസ് ആയിരിക്കും, V2 ഫോം വന്നാൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആക്ഷൻ നോക്കിയേ, ഫസ്റ്റ് ആക്ഷൻ അല്ല, ഇത് ഫസ്റ്റ് ആക്ഷൻ പൈസ എടുത്ത് വെച്ചത്. ഫസ്റ്റ് ആക്ഷൻ കെപ്റ്റ് വന്നുകൊണ്ട് ഏത് ഫോമാണ്, V2 അല്ലേ. അപ്പോൾ നമ്മൾ എഴുതാം സിമ്പിൾ പാസ്റ്റ് പ്ലസ് ശേഷം ഇൻ കേസ് എഴുതുക, അതിനുശേഷം വരുന്നത് സിമ്പിൾ പാസ്റ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ രണ്ടും സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അല്ലേ, ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷവും നമ്മൾ സിമ്പിൾ പാസ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ആക്ഷനും ഏത് തന്നെ ആയിരിക്കണം, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഇൻ കേസിന് ശേഷവും സിമ്പിൾ പ്രസന്റ് എഴുതുക. ഫസ്റ്റ് ആക്ഷൻ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഇൻ കേസിന് സിമ്പിൾ ഫ്യൂച്ചർ ഒരു കാരണവശാൽ യൂസ് ചെയ്യരുത്, അവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഫോം കൂടെ എഴുതി നമുക്ക് നോക്കാം. അപ്പോൾ കെപ്റ്റ് അല്ലേ, കെപ്റ്റ് ഫസ്റ്റ് ആക്ഷൻ, കെപ്റ്റ് സം മോർ മണി, കെപ്റ്റ് സം മോർ മണി, കെപ്റ്റ് സം മോർ മണി. ഇൻ കേസ് എഴുതുക, യു എഴുതി, അടുത്ത് മെയ്ഡ് ആവശ്യമില്ല. കെപ്റ്റ് V2 ഫോം ആയതുകൊണ്ട് നീഡിൻ്റെ V2 ഫോം, യു നീഡഡ് അല്ലേ, യു നീഡഡ് ഇറ്റ് ലേറ്റർ, യു നീഡഡ് ഇറ്റ് ലേറ്റർ. അപ്പോൾ കീപ്പ് സം മോർ മണി ആയിരുന്നെങ്കിൽ നമുക്ക് യു നീഡഡ് ലേറ്റർ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ കെപ്റ്റ് വന്നതുകൊണ്ട് ഇവിടെ V2 സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ V2 ഫോം തന്നെ വരണം ഇൻ കേസ് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് കെപ്റ്റ് സം മോർ മണി ഇൻ കേസ് യു നീഡഡ് ഇറ്റ് ലേറ്റർ എന്നുള്ള ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അല്ലെ അടുത്ത പാർട്ടിൽ നമുക്ക് ഇൻ കേസിൻ്റെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്.